കാക്കനാട് നിന്നും ബാംഗ്ലൂർക്ക് സർവീസ് നടത്തുന്ന സെറ ട്രാവൽസിൻ്റെ ഏറ്റവും പുതിയ ദാമോദർ ബിൽറ്റ് AC സ്ലീപ്പർ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കാക്കനാട് ഭാരത് മാതാ കോളേജിൻ്റെ മുൻപിൽ നിന്നുമാണ് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈറ്റിലയിൽ നിന്നുള്ള സമയം 8 മണിയാണ്. ഏകദേശം 11.5 മണിക്കൂറാണ് റണ്ണിംഗ് ടൈം. സ്ഥിരം കാണുന്ന പ്രകാശ് വീര ബിൽറ്റുകളേക്കാൾ ഒരു തലയെടുപ്പ് ഇവനുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സൈഡ് വ്യൂ ആണ്. രണ്ടാമത്തെ ബസ്സാണ് ഈ വരുന്നത്. കേരളത്തിൽ അങ്ങനെ പരിചിതമല്ലാത്ത ഒരു ബോഡി ബിൽഡിംഗ് കമ്പനിയാണ് ബാംഗ്ലൂർ ബേസ്ഡ് കോച്ച് നിർമ്മാതാക്കളായ ദാമോദർ ബിൽറ്റ് കേരളത്തിൽ പരീക്ഷിക്കുന്ന രണ്ടാമത്തെ ഓപ്പറേറ്ററാണ് സെറ. മലബാർ ബേസ്ഡ് ആയിട്ടുള്ള കോഹിനൂറിന് മാത്രമാണ് ഇതിനു മുമ്പ് ദാമോദർ ബിൽറ്റ് ബസ്സുകൾ സ്വന്തമായി ഉള്ളത്. പുറത്തുനിന്നുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഇൻറ്റീരിയർ കൂടി കാണാം. മുഴുവനായും ഒരു വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഉൾവശത്ത് കൊടുത്തിരിക്കുന്നത്. 36 ബെർത്തുകളാണ് ഈ ബസ്സിൽ ഉള്ളത്. ഒത്തിരി ആഡംബരമൊന്നുമില്ലാതെ സിമ്പിളായിട്ടാണ് ഉൾവശം. കേരളത്തിൽ എന്നല്ല, ഈ മോഡലിൽ ദാമോദറിൽ നിന്നും ഇറങ്ങുന്ന ആദ്യ ബസ്സാണ് സെറയുടേത്. പ്രകാശുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷത്തോളം രൂപ കൂടുതലാണ് ദാമോദർ ബിൽറ്റിന്. അതുപോലെ ബോഡി വെയ്റ്റ് കൂടുതലാണ്. പ്രകാശ് ബോഡിയിൽ കാണുന്ന പോലത്തെ ഒരു ഉലച്ചിൽ ഇതിനില്ല. അതുകൊണ്ട് ഡ്രൈവർക്ക് മികച്ച കൺട്രോൾ കിട്ടുമെന്ന് പറയുന്നു. ബിൽറ്റ് ക്വാളിറ്റിയും മികച്ചതാണ്. ഇനി നമുക്ക് യാത്ര ആരംഭിക്കാം. ദീപാവലി അവധി ആയതുകൊണ്ടാണ് 2 ബസ്സും ഒരുമിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നത്. കാക്കനാട്, വൈറ്റില, പാലാരിവട്ടം, ആലുവ, അങ്കമാലി, തൃശ്ശൂർ, മണ്ണുത്തി, ചന്ദ്രനഗർ ബൈപ്പാസ്, കോയമ്പത്തൂർ ബൈപ്പാസ്, സേലം ബൈപ്പാസ്, ഹൊസൂർ വഴിയാണ് റൂട്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ റെഡ് ബസ് ആപ്പുണ്ട്. അതുപോലെ seraTravels.com വഴിയും മുൻകൂട്ടി ടിക്കറ്റുകൾ എടുക്കാം. തിരക്കനുസരിച്ച് ഓരോ ദിവസവും ഫെയർ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഫെയറിനെ കുറിച്ച് പറയുന്നില്ല. കാഞ്ഞിരപ്പള്ളി RTOയുടെ അണ്ടറിലാണ് ഈ ബസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. KL 34H 9383, KL 34H 9301 എന്നിങ്ങനെയാണ് ബസ്സിൻ്റെ നമ്പരുകൾ. വൈറ്റിലയിൽ നിന്നും KL 35H 9383 ബസ്സിലാണ് എൻ്റെ യാത്ര. മോഹൻജി ഗുരുവായൂരും പ്രശോഭ് ചെങ്ങന്നൂരുമാണ് ഈ ബസ്സിലെ ഡ്രൈവർമാർ. നിർത്തിയൊന്നും തരണ്ടേ ചേട്ടാ? പൊക്കോ. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന KSRTCയുടെ ഗജരാജ് സ്ലീപ്പറാണ് അത്. വണ്ടിയുമില്ല. ഞങ്ങളൊരു 70-75 പോകുള്ളൂ. ആരുവേ ചെന്നൈയാണ് വേണ്ടെന്ന് പറയുന്നത്.
തമിഴന്മാർ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ആ മൂല ഇടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ മൂല ഇടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തട്ടിയതങ്ങണ്ട. പുറകിൽ വല്ല വണ്ടി വന്നിട്ട് കാണോ പറഞ്ഞാ. വീണ്ടും ഞങ്ങള് അടിച്ചു കൈ കാണിക്കുന്നുണ്ടായിരുന്നു. സാറേ കൈ കാണിച്ചാ എനിക്ക് എന്നാണ് പറയാനുള്ളത്? റിവ്യൂ ചെയ്തോടാ. അടിപൊളി വണ്ടിയാണ്. പ്രാവശ്യമാണോ പൈസ കൂടുതൽ? ദാമോദറിന് പൈസ കൊടുക്കാൻ കൂടുതലാണ്. പക്ഷേ പ്രകാശിനെക്കാട്ടും കെറ്റപ്പണാണ്. അതെല്ലേ, മോഹൻക്ക് കേട്ടോ ഡ്രൈവിംഗ് സീറ്റില്. നിന്റെ പേരെന്നാണ് പറയണ? മലപ്പുറം ഹാജി മഹാനാജി വിജയിച്ച്. ചേട്ടൻ്റെ പേരോട് പറഞ്ഞേരെ. കായംകുളം അല്ലേ? ചെങ്ങന്നൂര്? ആലപ്പുഴ ചെങ്ങന്നൂര്. ആ ഓക്കെ. എത്ര കാലമായിട്ട് ഓടിക്കുന്നു? ഇപ്പം ഞാൻ 6 വർഷമായിട്ട് ഓടിക്കുന്നു. അതെ. മരങ്ങളൊക്കെ നട്ട് വെച്ചേക്കുന്നോണ്ടേ നല്ല രസമല്ലേ കാണാൻ. ഹൈടെക് വണ്ടികളാണ് എല്ലാ ലോറികളെല്ലാം. എല്ലാം AC നിർബന്ധമാക്കുവാന്ന് കണ്ട് പറഞ്ഞു കേട്ടോ. ക്യാബിനകത്ത് AC മസ്റ്റ് ആക്കുവാന്ന് പറഞ്ഞു. ഇതിൻ്റെ പച്ച കളറുണ്ട്. എൻ്റെ രസം വളർത്താൻ മതി. വണ്ടിയിലെ കുളത്തൂരെത്തില്ല. കുളത്തൂര് എത്ര റേറ്റ്? പാലക്കാട്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലേക്ക്. ഇതിൻ്റെ മണ്ടേ കയറിയിട്ട് ഒരു വീഡിയോ എടുക്കാനില്ലേ? ഒരു റൗണ്ടൊക്കെ വെച്ച് ഒരു 25 മിനിറ്റ് കൊണ്ട് കറങ്ങി വരണം. ഒരു ഫുൾ വീഡിയോ. അതിൻ്റെ അടിയിൽ കൂടെ വരുന്ന വണ്ടിയുടെ എല്ലാം കളക്ഷൻ എടുക്കണം. പത്ത് 15 കൂടി തൃശ്ശൂർ ടൗണിലേക്ക് 2 ബസ്സും എത്തിയിട്ടുണ്ട്. KSRTC ബസ് സ്റ്റേഷനോട് ചേർന്നാണ് പിക്കപ്പ് പോയിന്റ്. പ്രമുഖ ട്രാവൽ ബ്ലോഗർ ബിജി നിലമ്പൂരും നമ്മുടെ ഇന്നത്തെ യാത്രയിൽ തൃശ്ശൂർ വരെ ഉണ്ടായിരുന്നു.
പത്തനംതിട്ടയിൽ നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന കല്ലടയുടെ ബസ്സാണ് മുൻപിലുള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുതിരാൻ തുരങ്കത്തിലേക്കാണ്. തൃശ്ശൂരിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ട്. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂർക്ക് തന്നെ സർവീസ് നടത്തുന്ന സൂര്യ കണക്റ്റാണ് മുന്നിലുള്ളത്. 80 കിലോമീറ്റർ സ്പീഡിൽ ലോക്കായതുകൊണ്ട് അവനെ ഓടിത്തോപ്പിക്കാൻ ആവില്ല മക്കളെ, അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴേ പൊട്ടിച്ചേനെ. വണ്ടിയാണോ? നൂറുണ്ട്. ലോറിയുണ്ട്. നമ്മളെ 80 രൂപ പെട്ടി കിടക്കാം. വടക്കഞ്ചേരിയിലെ മലബാർ ഹോട്ടലിൽ നിന്നുമായിരുന്നു ഡിന്നർ. സാധാരണ ഫുഡ് ബ്രേക്ക് ഇല്ലാത്ത സർവീസാണിത്. ഇനാഗുറൽ ദിവസമായതുകൊണ്ട് ജീവനക്കാർക്ക് ഫുഡ് കഴിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഡിന്നർ ബ്രേക്ക് കിട്ടിയത്. ചെന്നൈക്കും ബാംഗ്ലൂർക്കുമൊക്കെ പോകുന്ന ദീപാവലി സ്പെഷ്യൽ
ഡീലക്സ് ബസ്സുകളൊക്കെ ഇവിടെ ഡിന്നർ ബ്രേക്കിന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിന്നറിന് ശേഷം അടുത്ത ബസ്സിലാണ് എൻ്റെ ബാക്കി യാത്ര. ബസ് നമ്പർ 9301. അരുണേട്ടനും സുരേഷ് ഏട്ടനുമാണ് ഈ ബസ്സിലെ ഡ്രൈവർമാർ. ബിജീഷാണ് അറ്റൻഡർ. എല്ലാ പ്രാവശ്യവും സമയത്ത് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചന്ദ്രനഗർ ബൈപ്പാസിലാണ്. മുൻപിൽ മറ്റേ ബസ്സുമുണ്ട്. പാലക്കാട് ഭാഗത്തു നിന്നുള്ളവർക്ക് ബൈപ്പാസിലാണ് സ്റ്റോപ്പ്. ബസ്സിൻ്റെ ബാക്ക് സൈഡിൽ കോൺടാക്റ്റ് നമ്പറും ഓൺലൈൻ സൈറ്റുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടു മാണിക്കണ്ടായിരുന്നു. അതേ ബെഡ്ഷീറ്റാ. ആ ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ അല്ല വലിയൊരു ഷീറ്റാ അത്. അതിന്റെ ഉള്ളിലേക്ക് ബ്ലാങ്കറ്റ് ഇറക്കണം. അത് എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഈ പുറക്കണവന്മാരാണെങ്കിൽ അത് വലിയ ഉറപ്പുള്ളതായി. മട്ടാഞ്ചേരി ബാംഗ്ലൂർക്ക് സർവീസ് നടത്തുന്ന സോനയുടെ ബസ്സാണ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ബസ്സിന് മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലെ 2 ടയറും പഞ്ചറായിരിക്കുന്നു. അത് ശരിയാക്കാനുള്ള ശ്രമത്തിലാണ് ജീവനക്കാർ.
2 മണിയോടുകൂടി ടീ ബ്രേക്കിനെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഡ്രൈവർ ചേഞ്ചാണ്. സുരേഷ് ചേട്ടനാണ് ഇനി ബാംഗ്ലൂർക്ക് ബസ് ഓടിക്കുന്നത്. വണ്ടിയുടെ ഗ്ലാസ് ആയിട്ട് കണക്ക് കൂടി പിടിച്ചതല്ലേ? ചെറുതൊക്കെ ശരിയാണ് ഏട്ടാ. ചെറുത് താഴത്തെ നോക്കിയിട്ട് വെള്ളം കുഴപ്പമില്ല. ഈ ലൈറ്റിന്റെ കേട്ടോ നീ കുടിവെള്ളം എടുത്ത് വെച്ചിട്ട് ഇനി അല്പനേരം ഉറങ്ങണം. ലാസ്റ്റ് റോയിലെ ഒരു ബെർത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ചെറിയ രീതിയിൽ കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്. ഉറക്കമെണീറ്റപ്പോൾ രാവിലെ 5:30. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബാക്കി കാഴ്ചകളിലേക്ക്. ബാംഗ്ലൂർ ലക്ഷ്യമാക്കി ചീറിപ്പായുന്ന യൂണിവേഴ്സൽ സ്ലീപ്പർ ബസ്സും ഏതോ കമ്പനിയുടെ ജീവനക്കാരെയും കൊണ്ടുപോകുന്ന കമ്പനി സ്റ്റാഫ് ബസ്സുകളുമൊക്കെ കാണാം. മധുരയിൽ നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന SCTC ബസ്സാണ് മുന്നിലുള്ളത്. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന റോയൽ ട്രാവൽസ് ആണ് ഇത്. ഇവർക്ക് സ്വന്തമായി ബോഡി യൂണിറ്റൊക്കെ ഉണ്ട്. REC അല്ലെങ്കിൽ റെക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ബോഡി ബിൽറ്റ് ഇവരുടേതാണ്. റോയൽസിൻ്റെ 2 ബസ്സുകളാണ് ഇപ്പോൾ ഒപ്പമുള്ളത്.
മാർത്താണ്ഡത്ത് നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന SETC ബസ്സാണ് ഇത്. ഈ ഓറഞ്ച് ബസ് എറണാകുളം ബാംഗ്ലൂർ സർവീസ് നടത്തുന്നതാകാനാണ് സാധ്യത. സിദ്ധഗംഗയുടെ ഒരു ബസ്സാണ് ഇത്. ഇതിൻ്റെ റൂട്ട് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ഇടുക. ഇടതു സൈഡിൽ കാണുന്നത് ഹൊസൂർ ലേക്കാണ്. പാലാ വഴി ബാംഗ്ലൂർക്ക് വരുന്ന യാത്രാ ബസ്സാണ് നൈസായിട്ട് ഓവർടേക്ക് ചെയ്യുന്നത്. ഷെറ ട്രാവൽസിന് 2 ബാംഗ്ലൂർ സർവീസുകളാണ് ഉള്ളത്. ഒന്ന് എറണാകുളം ബാംഗ്ലൂരും മറ്റൊന്ന് എരുമേലി ബാംഗ്ലൂരും. രണ്ടും AC സ്ലീപ്പർ സർവീസുകളാണ്. എരുമേലി ബാംഗ്ലൂർ ബസ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പൈസ കുറഞ്ഞു കിട്ടിയതാ. തുറന്നു വെച്ചേക്കാണോ? അത്രയ്ക്കാണ് കാണുള്ളൂ.
തിരിച്ചെത്തി ഒരു നാട്ടം വരുന്നില്ലേ? ഇലക്ട്രോണിക് സിറ്റിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമയം 6:45. മുകളിലൂടെ പോകുന്നത് മെട്രോ ട്രെയിൻ പാലമാണ്. ക്രോസ് ചെയ്തു പോകുന്നത് ബൈപ്പാസ് റോഡിൻ്റെ ഫ്ലൈ ഓവറാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൂരം കൂടിയ എലിവേറ്റഡ് ഹൈവേകളിൽ ഒന്നായ ഇലക്ട്രോണിക് സിറ്റി സിൽക്ക് ബോർഡ് മേൽപ്പാലത്തിലൂടെയാണ് ഇനി യാത്ര. 9.985 കിലോമീറ്റർ ദൂരമാണ് ഈ മേൽപ്പാലത്തിന്. ഈ മേൽപ്പാലം 2010 ഓപ്പണായത്. ഈ മേൽപ്പാലത്തിന് സമാന്തരമായി ഇടതു സൈഡിൽ കാണുന്നത് മെട്രോ റെയിൽ പാലമാണ്. ഇനിയും അതിലൂടെ ട്രെയിൻ ഓടിത്തുടങ്ങിയിട്ടില്ല. 2024 അവസാനത്തോടെയെങ്കിലും ട്രെയിൻ ഗതാഗതം സാധ്യമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ മേൽപ്പാലത്തിനടിയിലൂടെയും റോഡുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മെട്രോ സ്റ്റേഷനുകൾ കാണാം. പാവം പേടിച്ചിട്ടാണ്. അവന് വഴി അറിയില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മളൊക്കെ നോർത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ നമുക്കറിയാം. ഉണ്ട്. ഇത് സിൽക്ക് ബോർഡ് സ്റ്റോപ്പാണ്. ഓട്ടോ ചേട്ടന്മാർ ഇന്ന് ആരുടെ കഴുത്തറക്കാമെന്ന് നോക്കി ബസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ആരും ഓട്ടോക്കാരുടെ ചതിയിൽപ്പെടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. പാലാവഴി ഒഴിക്കുന്നതല്ലേ? അതിലെ തന്നെയാ. അതെയോ? ആ ആ 9:30 കലാസിപ്പാളയത്ത് നിന്നും റിട്ടേൺ ട്രിപ്പ് ആരംഭിക്കുന്നത്. ശാന്തിനഗർ, ക്രൈസ്റ്റ് കോളേജ്, മടിവാള, സെൻറ് ജോൺസ്, സിൽക്ക് ബോർഡ്, ഇലക്ട്രോണിക് സിറ്റി, ബൊമ്മസാന്ദ്ര, നാരായണ ഹൃദയാലയ ഹോസ്പിറ്റൽ, അത്തിബലെ ടോൾ ഗേറ്റ് എന്നിവിടങ്ങളിലാണ് ബോർഡിംഗ് പോയിന്റ് ഉള്ളത്. മടിവാളയിൽ നിന്നുള്ള സമയം 10:30. ഡീറ്റെയിൽ ആയിട്ട് ടൈമിംഗ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 7 മണിയോടുകൂടി മടിവാളയിൽ ബസ് എത്തിച്ചേർന്നിരിക്കുന്നു.
മടിവാളയിൽ നിന്ന് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഡെയറി സർക്കിൾ, ലാൽബാഗ് വഴിയാണ് ബാക്കി യാത്ര. ഈ ബസ്സിൻ്റെ ലാസ്റ്റ് ബോർഡിംഗ് പോയിന്റ് കലാസിപ്പാളയത്താണ്. TR മിൽസ് പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ബസ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെറ ട്രാവൽസിൻ്റെ ഏറ്റവും പുതിയ ബസ്സിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.